ഈ കാണുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയുമോ? പ്രശസ്ത ശാസ്താക്ഷേത്രമായ തകഴി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആരാധനാ ഇടമാണ് എണ്ണവല്ലിച്ചൻ ക്ഷേത്രം. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് ഈ ക്ഷേത്രത്തിന് സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയായിരുന്നില്ല. അന്നിവിടെ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്ന ഒരു ആശാൻ താമസിച്ചിരുന്നു. കടുത്ത വിശ്വാസിയായിരുന്ന ആശാന് ക്ഷേത്രത്തിന്റെ ദൈനംദിന ബുദ്ധിമുട്ട് കണ്ട് ഏറെ വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ആശാന്റെ സ്വപ്നത്തിൽ ഒരാൾ പ്രത്യക്ഷപ്പെടുകയും പറഞ്ഞു, തിരുവല്ലയിലുള്ള ഓദർമലയിൽ നിന്ന് 84 പച്ചമരുന്നും പറിച്ചുകൊണ്ടുവന്ന് കറുപ്പും കഞ്ചാവും കൂടിയായി 64 അങ്ങാടി മരുന്നും ചേർത്ത് എണ്ണ കാച്ചണമെന്ന്. ആ എണ്ണയുണ്ടെങ്കിൽ സകല രോഗവും മാറുമെന്ന്, പ്രത്യേകിച്ച് വാതരോഗമെന്ന്. അങ്ങനെ ആ എണ്ണയെക്കുറിച്ചറിഞ്ഞ് ഒരുപാട് ആളുകൾ ഒരുപാട് കാലങ്ങൾ വന്നുപോയി. ഈ ക്ഷേത്രത്തിന്റെ ഐശ്വര്യവും സമ്പത്തും വർദ്ധിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞ് വാർദ്ധക്യസഹജമായ ബുദ്ധിമുട്ടുകൾ ആരംഭിച്ചപ്പോൾ എണ്ണ തയ്യാറാക്കാനുള്ള ചിട്ട ക്ഷേത്രത്തിന് പറഞ്ഞു നൽകുകയും പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി ആശാന്റെ വിഗ്രഹം നിർമ്മിച്ച് ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചു. ആശാന്റെ ശവകുടീരവും ഇതിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. പ്രകൃതിയുമായി ഒത്തിരി ഇണങ്ങി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന് പിന്നിലാണ് കുട്ടനാട്ടിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തകഴി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്.